بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. But deliver us from all evil. Amen. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരു പരിപാടി കഴിഞ്ഞ 10 ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ കുട്ടികളുടെ വിഷയങ്ങളിൽ നിന്ന് ഒരു സത്യമാണ്. നമ്മളെല്ലാം ഒന്നിച്ചാണെങ്കിൽ കുറേ കാലം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ ഇന്ത്യയിലെ മതത്തിന്റെ വിവരത്തിലും വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അത് സമൂഹവുമായി ബന്ധപ്പെട്ട് സഹോദരവുമായി ബന്ധപ്പെട്ട് പ്രവാസിയുമായി ബന്ധപ്പെട്ട് അത് അതിന്റെ പേരിൽ ഒരു വിഭജനം വാർത്തകൾ കാണിച്ചിരുന്നില്ല എന്നതാണ് നമ്മുടെ പക്ഷത്ത്. പ്രത്യേകിച്ച് കേരളത്തിലാണ് എല്ലാ വിദേശങ്ങളും മാധ്യമങ്ങളും വന്ന് പ്രാരംഭിക്കുന്നത്. ഇന്ത്യയിൽ വന്നോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ വിദേശ ആധിപത്യത്തിന്റെ ഒരു ചരിത്രം നടക്കുന്നത്. അതിനു മുന്നിൽ നമ്മുടെ വിഭവങ്ങൾ പേരിൽ ഒരുപാട് ഇടപെടലുണ്ടായിരുന്നു. ഗ്രീക്കുകാര്, റോമക്കാര്, ഇഷ്ടപ്പെട്ടമാര്, യഹൂദന്മാര് എന്നുവേണ്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുറേ ആളുകളിലേക്ക് കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ബംഗാളി ജനങ്ങൾ വിളയിലെത്തില്ല. ഞാൻ എപ്പോഴും എന്റെ വിദേശ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, എവിടെയാണ് വരുന്നത്, ഞാൻ പറയുന്നത് കേരളത്തിലാണത്. അതിന് ഞാൻ ഒരുപാട് ചിന്തിക്കാം. അപ്പൊ അവർ പറയുന്നത് അവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, കേരളത്തിൽ പല സമയം പറയുന്നത് തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട്, ബോംബെയിൽ വന്നിട്ടുണ്ട്, നോർത്ത് ഈസ്റ്റിൽ വന്നിട്ടുണ്ട്, പലരും പറയുന്നത് ഞാൻ പറയും കേരളത്തിൽ വന്നിട്ടുണ്ടായിട്ട് പകുതി ഇന്ത്യയെ നഷ്ടപ്പെട്ടു. ഇന്ത്യയുടെ ഒരു പകുതിയാണ് അതിന്റെ ഭൂപ്രകൃതി കൊണ്ടല്ല, വടക്കം കൊണ്ടല്ല. ഭാരതത്തിന്റെ മറ്റ് ഏത് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്താലും നമുക്ക് ഏകദേശം ഒരുപാട് സമാനതകൾ കാണാനായിട്ട് സാധിക്കും. അത് തമിഴ്നാട് നിന്ന് കാശ്മീർ വരെയുള്ള യാത്രയിൽ എനിക്ക് ബോധ്യപ്പെട്ടതാണ്. അമ്പലങ്ങളിലെ മറ്റുമൊക്കെ കുറച്ചൊക്കെ അതിന്റെ വാസ്തുവളകൾ എന്നതിന്റെ രൂപനിർമ്മിതിയിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഇവിടെ കേരളത്തിൽ ഇവിടെ തമിഴ്നാട്ടിൽ ചെല്ലുന്ന അതേ വേഗത്തിന്റെ അതേ കാറ്റിൽ കാശ്മീരിലെ യാത്ര ഒന്നിച്ച് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ചെയ്തെന്ന് പറയാൻ ശരിയായിട്ട് ചെയ്ത് കൂടെ കുറെ മനഃപ്പാട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ കൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ വീട്ടിൽ ഇവിടെ പഠനം ഇവിടെ വർക്കുന്നുണ്ട്, പ്രാർത്ഥനകളിലൊക്കെ ലോകം ഒരുപാട് ദുർബലമാണ് എന്ന് പറയുന്ന പോലെ തമിഴ്നാട് മുതൽ കാശ്മീർ വരെയുള്ള എല്ലാ ഇടങ്ങളിലും ലോകം ചെല്ലുന്നത് മുതൽ പലതുമുള്ളതാണ്. എന്നാൽ കേരളത്തിൽ ലോകം ചെല്ലുന്നത് വരെ വ്യത്യസ്തമാണ്. അത് മറ്റൊരു സമ്പ്രദായ രീതിയാണ്.
എന്റെ വിരത്തിൽ കൊടുക്കുന്നവരും കൂടുതലൊന്നും നടത്തില്ല. അതേപോലെ തന്നെ മൽപ്പാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പള്ളിയച്ഛൻ്റെ കീഴിലാണെന്നുണ്ട് മറ്റൊരു പള്ളിയച്ഛനാകാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ പോയി താമസിച്ച് പഠിക്കുക. ഇന്നത്തെ പോലെ സെമിനാറില്ല, നെല്ലെന്ന് പറയുന്നതിനുള്ള കുറച്ച് സംവിധാനങ്ങളിൽ പറയുന്ന പോലെ കോളേജ് സംവിധാനങ്ങൾ നടത്തിപ്പോലും ഉണ്ടാകുന്നില്ല. തൊണ്ണൂറ്റൊമ്പത് വർഷം എന്തായാലും ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്കൂളുകളൊന്നും ഉണ്ടായിരുന്നു. എല്ലാവരും ജോലിക്കാരന്മാരാണ്. കാർഷിക വൃത്തി, നാട് പരിപാലനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആകെ മൃഗങ്ങളെ പരിപാലിക്കുക, കർഷകവൃത്തിയിലേർപ്പെടുക എന്നതായിരുന്നു ഇന്നത്തെ. അവരൊക്കെ ജോലികളിച്ച് മനസ്സിലാക്കുന്നത് ഇവരെ അത്താപ്പിള്ളയാണ്. ഇവരൊക്കെ നമുക്ക് ഭരണം കൊടുക്കുക എന്ന് എഴുതിയാൽ ഇവരൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാകുന്നില്ല. വ്യാവസായിക വിപ്ലവം, അത് യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു, കറണ്ട് കണ്ടുപിടിച്ചു. ഈ കറണ്ട് കണ്ടുപിടിക്കുന്നതോടുകൂടി യന്ത്രങ്ങൾക്ക് ഊർജം കിട്ടി. അതിനെ യന്ത്രം ഉണ്ടാക്കി അതിനെ ഫാക്ടറികളാക്കി. ഈ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നവരെയാണ് എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിച്ചു. അപ്പോൾ അച്ചടക്കത്തോടുകൂടി വിൽക്കലുണ്ടാകും. ഈ അച്ചടക്കത്തോടുകൂടി വിൽക്കാൻ ആദ്യം നോക്കാൻ പോകുന്നത് കൃഷിക്കാർക്കൊന്നും കഴിയില്ല. അവർ പ്രകൃതിയുടെ ഏറ്റക്കുറച്ചിലുകളും സമയഗുണങ്ങളും വ്യതിയാനങ്ങളും അനുസരിച്ചാണ് ജോലി ചെയ്യുന്നത് നടത്തുന്നത്. ചില സമയത്ത് അവർ ഉറങ്ങും, ചില സമയത്ത് രാത്രികളിലാകെ അധ്വാനിക്കും. ആടുകളുടെയും മൃഗങ്ങളുടെയും പ്രകടനത്തിനനുസരിച്ചാലും വീടും നാടും ഇതൊക്കെ ചിലപ്പോൾ മാറുന്നത്. അപ്പൊ ഇതിന് വേണ്ടത് ഒരു സ്ഥലത്ത് താമസിച്ച് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരാണ് നമുക്ക് വേണ്ടത് എന്ന സമൂഹം മനസ്സിലാക്കുകയും അല്ലെങ്കിൽ സമൂഹത്തിലവരുടെയൊക്കെ നേതൃത്വത്തിൽ എന്നവർ മനസ്സിലാക്കി ഇനി വരുന്ന കുട്ടികളെ ആടുമയക്കാനോ കാറമയക്കാനോ കൃഷിയിടത്തിലേക്ക് പറഞ്ഞു വിടരുത്. അവരെ വിടേണ്ടത് പള്ളിക്കൂടങ്ങളിലേക്കാണ്. ഈ പള്ളിക്കൂടം എന്ന വാക്ക് വരാനുള്ള കാരണം ഒന്നില്ലെങ്കിൽ പള്ളി എന്ന വാക്കിനർത്ഥം ആരാധനാലയമാണ്. മിക്കവാറും ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ പള്ളി ഭാഷയിൽ പള്ളി എന്നാണ് പറയുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ പള്ളി എന്നാണ് പറയുന്നത്. ഇത് ഹിന്ദുക്കാരാണെങ്കിലല്ല, അവർക്കും പള്ളിയാണ്. അപ്പൊ ഈ മതവുമായി ബന്ധപ്പെട്ടവര് അവരോട് പറയുകയാണ്. യൂറോപ്പിലൊക്കെ പ്രത്യേകിച്ചും പറഞ്ഞു എല്ലാ സ്കൂളുകളും അച്ഛന്മാരോടൊക്കെ പറയുന്നത് ഏതാനും മാസത്തിൻ്റെ ഏതാനും അച്ഛനും നടക്കണം, ഏതാനും മാസങ്ങളും നടക്കണം. അതിന്റെ കൂടെ എന്ത് വേണം? ഇത്തരം കുടുംബക്കാരുടെയും ഭക്ഷണം പങ്കുവെക്കാനുള്ള സംഗതികളിൽ നിന്ന് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പള്ളികളോട് അല്ലെങ്കിൽ ആരാധനയും ആലയങ്ങളോട് ചേർന്നിട്ടാണ് ആദ്യത്തെ സ്കൂളുകൾ ഉണ്ടാകുന്നത്. ഇത് നോക്കിയിട്ടാണ് യൂണിവേഴ്സിറ്റികളുണ്ടാകുന്നത്. അല്ലാതെ എല്ലാ വിദ്യാഭ്യാസത്തെ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാ നിലകളിലും സംഘടനകളും ഉണ്ടാകും. അതിനൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റികളുടെ പള്ളികൾ എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ രണ്ടിനെ നേരത്തിലുണ്ടാകും. ഇങ്ങനെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലെ ആളുകളെ ഒന്നിച്ചിരുത്തി വിഷയങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ സ്വന്തം ഒരു കൂട്ടങ്ങളെ ഒന്നിച്ചു നിൽക്കണം, ഒരു ഗോത്ര സ്വഭാവമൊക്കെ ഉണ്ടാകണമെന്നുള്ളതുകൊണ്ട് അവർക്ക് പറ്റുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് തുടങ്ങി. ഇവിടെയാണ് മതവും സാധാരണക്കാർക്ക് വേണ്ടി പഠന വിഷയമാകുന്നത്. സാധാരണക്കാർക്ക് കൂടുതൽ ആഴത്തിലും കലങ്ങാൻ എഴുത്തും വായനയും ചർച്ചയും നോക്കിയാൽ പല സംവിധാനങ്ങളുടെ കലങ്ങൾ നിലനിർത്തുന്നത് വിഷയത്തിലാണ് ഉണ്ടായത്. ഇത് നമ്മോടുകൂടി പലരും പല മതങ്ങളെ പുത്തരാഷ്ട്രങ്ങൾ തലമുക്കി തുടങ്ങി. എല്ലാ മതങ്ങളിലും ക്രിസ്തുമതത്തിലാകട്ടെ ഇസ്ലാമിലാകട്ടെ പുത്തരാഷ്ട്രങ്ങൾ നിർമ്മിക്കാൻ കാരണം ഇത്തരത്തിലുള്ള പഠന സംവിധാനങ്ങളിലൂടെ. കാരണം അവർക്ക് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ അർത്ഥം തരാൻ പറയും. അതോടുകൂടി അവരുടെ നമുക്ക് വല്ലതും പോരാം. ഇതൊക്കെല്ലാം അർത്ഥമല്ല, മറ്റൊന്നുമില്ല. എന്റെ ഗുരു പറഞ്ഞാൽ അതാണ് അർത്ഥം. ഉസ്താദ് പറയാണ് ഈ ആയത്തിന്റെ അർത്ഥം ഇന്നാകാനാണ് സാധ്യത. അല്ലെങ്കിൽ എന്റെ ഗുരു പറഞ്ഞാൽ ആ ആയത്ത് അങ്ങനെയൊക്കെയാണ് എന്റെ ദൈവത്തെ അർത്ഥമെങ്കിലും അതുകൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് ഈ അർത്ഥമാണുള്ളത്, നല്ലൊരു അർത്ഥം പറഞ്ഞു തന്നാൽ ഞാനത് കേൾക്കില്ല. അപ്പോൾ ഗുരുവല്ലാതെ ഭക്തന്മാർക്ക് പ്രാധാന്യമില്ലാത്ത സംസ്കാരങ്ങൾ നമ്മളോടുകൂടി അവർക്ക് തോന്നുന്നതുപോലെ ഓരോ ആളുകളും വ്യാഖ്യാനിച്ച് അവർക്ക് ഓരോ ഗ്രൂപ്പുണ്ടാക്കി. ആ ഗ്രൂപ്പുകളൊക്കെ പഴയ സംവിധാനങ്ങളെ
ചോദ്യങ്ങൾ യുക്തിയുടെ ഭാഗത്തു നിന്ന് എന്റെ ഭാഗത്ത് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏതൊരു ഏതിന്റെ കാലത്ത് പ്രധാനം എന്ന് പറയുന്ന ആ മനുഷ്യൻ ആവശ്യമുള്ള വാക്കുകളുടെ അധ്യാപനത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അദ്ദേഹത്തിന്റെ ചില ഇഷ്ടങ്ങളുണ്ട്, അങ്ങനെ എല്ലാ പദങ്ങളും അത് തീരുമാനിക്കുന്നത് തന്നെയാണ്. മനുഷ്യരുടെ സരസ്വതിയെ പോലുള്ള ചില ആധുനിക കാലഘട്ടങ്ങളിലും ഉണ്ടാകുമ്പോൾ വേദം അർത്ഥം എന്ന രീതിയിൽ ചില ദൈവത്തിലുള്ള സിദ്ധാന്തങ്ങളൊക്കെ ഇന്നുമാത്രമൊന്നും വരത്തില്ല. ഇവർക്ക് സമ്പ്രദായങ്ങളൊക്കെ അർത്ഥത്തിൽ ക്ഷയിപ്പിക്കുകയായിരുന്നു. ഒരു സമയത്ത് വളരെ വ്യക്തിയുടെയും ബദ്ധതയുടെയും ഒക്കെ ഭാഷയാണ് സംസാരിക്കുന്നത്. അത് നമ്മളെയൊക്കെ നശിപ്പിച്ചു എന്നതാണ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പല നവോത്ഥാന നായകന്മാരുടെയും പ്രവർത്തനവും സമൂഹത്തിന് വിവിധങ്ങളായ ദോഷങ്ങളിലേക്കും അതിലായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതൊക്കെ ചേർക്കുന്ന വിഷമങ്ങൾ അതൊക്കെ വലിയ വിഷയങ്ങളാണ് നമ്മൾ പങ്കുവച്ചിരുന്ന കുറേ കാലത്ത് പഠിച്ചത് മനസ്സിലായി. ഞാനിത് പറയാറുണ്ടായതാണ്. നമുക്കൊരു 150 വർഷത്തിനുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെയൊക്കെ കാലഘട്ടത്തിലാണ് വളരെ വർഷങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മൂന്നെണ്ണം വേണ്ട ആ കാലഘട്ടത്തിലൊക്കെ തന്നെയാണ് നമ്മുടെ സമുദായ ഐക്യവും അങ്ങോട്ട് മുന്നോട്ടുമുള്ള പുതുക്കൽ വാങ്ങലുകൾ ഉണ്ടായത്. ഇവിടെ വന്നപ്പോൾ ഈ പൊന്നാനിക്ക് എന്റെ ദൈവം ഒരു കൊച്ചു പൊന്നാനി എന്ന് പറയുന്ന അവർക്ക് പൊന്നാനിയിലേക്ക് എന്താണെന്ന് അവരാണെങ്കിൽ ബന്ധുക്കെന്താണെന്ന് അവർക്കൊക്കെ വലിയ വലിയ അംഗീകൃത അവരുടെ ഒക്കെ സ്നേഹന്മാരാണ്. എന്തിനായാലും അവരുടെ വീട്ടിലേക്ക് ആ കാര്യത്തിലേക്ക് മാത്രം യോജിച്ചിരുന്നു. രണ്ടുമാരും മന്ത്രങ്ങളും തമ്മിലുള്ള ആ ദൈവബന്ധം ആത്മബന്ധം നമുക്ക് പറയാം. അതെന്താ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്? നമ്മുടെ ഇടയിൽ നിന്ന് മറ്റൊരു സുഹൃത്തുക്കളെ നമ്മൾ എടുക്കരുത് എന്നൊക്കെ ചില സമയത്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലത്ത് എന്റെ കാര്യസ്ഥലങ്ങളിൽ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുവുണ്ടെന്നും ഞാൻ എന്റെ സമുദായത്തിലില്ലാത്ത മറ്റു ആൾക്കാരുണ്ടാവും അവസരം കൊടുക്കുക, അവർക്ക് ഇഷ്ടം അടിവരെ കഴിയാറുണ്ട് എന്നും അവർ ചിന്തിക്കുക. ഇതൊക്കെ വലിയ മഹാപണ്ഡിതന്മാർ എന്നും ആദരിക്കപ്പെടുന്നവരുമാണ്. നമ്മുടെ ഞങ്ങളുടെയൊക്കെ മക്സാമി എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ആദ്യം മുതൽ വ്യത്യാസമില്ലാതെ ഓടിച്ചെല്ലുക. ഇവിടെ വന്നപ്പോഴാണ് പറയുന്നു, ഇവിടെ മഹാനവരുകളുടെ അതിന്റെ സമയത്ത് ആ പറയുന്ന കൃഷ്ണൻ അത് വലിയണമെന്ന് നമ്മുടെ ദുഃഖം ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചപ്പോൾ നടുവിരിക്കുന്നവരാണ്. അത് എനിക്ക് തരാൻ പറ്റൂല, അത് എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല, അല്ലെങ്കിൽ മുസ്ലിമായിട്ടുള്ള കൃഷ്ണൻ ഇങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഞാൻ ഊന്നിപ്പിടിച്ച എന്റെ അടിസ്ഥാനമായ അത് തരിക എന്നൊന്നും അവിടെ അടുത്ത പ്രശ്നം ഉണ്ടായില്ല. ഇതിന് ഇടവാത്ത സംഘം സംഭവിച്ചത്. ഇടവാത്ത സംഭവിച്ചതാണ് നമ്മുടെയൊക്കെ യുക്തിയുടെ നമ്മളൊക്കെ കൂടുതൽ യുക്തിബദ്ധമായി ചിന്തിക്കാൻ കഴിയും. യുക്തിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മതത്തെ വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നതാണ് യുക്തിവാദി പ്രസ്ഥാനങ്ങൾ. ഒരുപാട് യുക്തിവാദികളുണ്ടായി. അതുകൊണ്ട് ഞാൻ എപ്പോഴും മതത്തിൽ യുക്തിയും ശാസ്ത്രവും കലർത്തരും. ഇത് നോമ്പുകാരായ വരുന്നു. എനിക്കിപ്പോൾ ബുക്ക് തുടങ്ങിയിട്ടും നോമ്പുകാലത്തിൽ നമുക്ക് ദിവസമായിട്ട് പ്രോഗ്രാം ഉണ്ടാവും, മറ്റുള്ള മറ്റു ദിവസം പ്രോഗ്രാം ഉണ്ടാവും. അതാണെങ്കിൽ അവർ മൊത്തത്തിൽ 2 മാസം കഴിഞ്ഞ റെഗുലറിന് 48 പ്രോഗ്രാമിൽ മറ്റൊരു ദിവസം റെഗുലർ ഉള്ളതെങ്കിലും 40 48ഓളം പ്രോഗ്രാമിൽ ഞാൻ ഒന്നാനടക്കം പ്രധാനം ബാസ്കറ്റ് മറിച്ചും ചെയ്യുന്നു. അപ്പൊ ഇത്രയും തിരുവനന്തപുരത്തിലേക്ക് ഒരാൾ വിഷയമാണ് നോമ്പിന്റെ ശാസ്ത്രീയതയെ പറ്റി ആണ് സംസാരിക്കുന്നത്. ഞാൻ ഒന്നാമത്തെ വിഷയമൊന്നും ഞാൻ വരുന്നില്ല. കാരണം വിഷയം നമ്മൾ അങ്ങനത്തെ അക്കാദമിക് ലെവലിലുള്ള സംസാരിക്കില്ല. ഞാൻ നമ്മളെ മുഴുകി പിടിച്ചുകൊണ്ടുള്ള അതൊക്കെ മറ്റുള്ള രാവിലെ നിർബന്ധങ്ങളും വന്നു. ആലപ്പുഴ അവിടെ ഇക്കാര്യം പേര് പോയി ആലപ്പുഴ ആലപ്പുഴ വരെയുള്ള എന്നല്ലാതെ ഇത് വെറുതെ പട്ടാക്കിയാണ്, ശുദ്ധിയാണോ, ഉറവിയാണോ, കാര്യങ്ങളോ എല്ലാം നോക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്നത് ഇപ്പൊ ഏത് വിഭാഗത്തിൽ എന്താണ് മാറ്റാണോ ഒന്നും നോക്കിക്കൊണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു മതമാണ് പരിചയപ്പെടും. ഇവിടുത്തെ സാഹചര്യങ്ങൾ കാരണം ഇതിന്റെ ദൈവം എന്താണ് എന്നിലൂടെ പറയാൻ ഇഷ്ടപ്പെടുന്നത് ആവണമെന്ന് എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാനവിടെ ഇത് ചൊല്ലിത്തരുന്നത്. സാധാരണ അധ്യക്ഷനും മൃത്തുകൾക്കൊക്കെ ആശംസ
ശാസ്ത്രത്തിന്റെ പിന്നാലെ പോയത്. ശാസ്ത്രത്തിൻ്റെതായ വഴികളിലും അവർ സഞ്ചരിക്കട്ടെ, അവർ നല്ലതാണെന്ന് സ്വീകരിക്കും. നമ്മൾ ശാസ്ത്രത്തെ വരുന്നത്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ നബി പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ പ്രവാചകന്മാർ ഗുരുക്കന്മാർ പറഞ്ഞു എന്ന കാര്യങ്ങൾ അതിന്റെ ശാസ്ത്രം അന്വേഷിക്കാൻ വേണ്ടി പോകണ്ട. എനിക്ക് പറഞ്ഞതാണെന്ന് ആ ഗ്രന്ഥത്തിലുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞതാണ്. കാരണം നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഭാഗത്താണ് അത് ഭൂമിയുടെ ഉയർന്ന ടെലസ്കോപ്പിൽ നടുവിലൊക്കെ പോയി നോക്കുമ്പോൾ ഉള്ളതാണെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ടത് എന്ന പറഞ്ഞാണെന്നെ ഞാൻ കിട്ടും. കാരണം എല്ലാ ഗ്രന്ഥത്തിലും അത്ര പറഞ്ഞിട്ടുള്ളൂ. ഇത് മതി. അതുകൊണ്ട് തന്നെ ഞാൻ മോശക്കാരനൊന്നും ആകുന്നില്ല. ഇതുകൊണ്ട് ഗവൺമെന്റ് ഒരുപാട് ശാസ്ത്രീയ വശങ്ങളുണ്ടാകും. പക്ഷെ അത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ ഉദ്ദേശത്തിൽ കണ്ടുകഴിഞ്ഞാൽ അതിനെ ഈ ദുഃഖം കൊടുക്കുന്നതിൽ ന്യായീകരിച്ചുകൊണ്ടൊന്നും വിഷമം എനിക്ക് വരും. അത് ഒരു കാലത്തും പോലെ ശാസ്ത്രീയമായി പറഞ്ഞിട്ടുണ്ട്. തുളസിത്തറയുടെ ശാസ്ത്രവശം, ചന്ദ്രന്റെ ശാസ്ത്രവശം, ദീപം സ്വീകരിക്കുന്നതിന്റെ ശാസ്ത്രം, ചന്ദ്രനെ പിടിക്കുന്നതിന്റെ ശാസ്ത്രവശം, ഈ ശാസ്ത്രീയവശങ്ങളുടെ മതങ്ങളെ പണ്ഡിതന്മാർക്ക് നടത്താനാണ്. പ്രത്യേകിച്ച് അവരുടെ ഗുണമില്ല. അത്രയും ശാസ്ത്രീയ ബോധമുള്ളതാണ്, ശാസ്ത്രീയമുള്ളതാണ് സത്യത്തിൽ മതത്തിൽ നിന്ന് കുട്ടികൾ ആ ശാസ്ത്രം നമുക്ക് ചേർത്താൻ പറ്റും. നമ്മളെന്റെ ചാടാൻ കാണാണ്ടായിട്ടുണ്ട്. ശാസ്ത്രം എന്റെ വലുതാണെന്ന് നമ്മളെ കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മൾ ആ ശാസ്ത്രത്തിന്റെ ബോധത്തിന്റെ സകലത്തിനെയും വ്യാഖ്യാനിച്ചിട്ട് നമ്മുടെയൊക്കെ മതത്തിലെ ഗ്രന്ഥങ്ങളിലും നമ്മുടെയൊക്കെ ആചാര്യന്മാരുടെ ഗുരുക്കന്മാരുടെ ജീവിതത്തിൽ നിന്നും ശാസ്ത്രീയത്തിൽ കണ്ടില്ല. പുതിയ തരത്തിലുള്ള നിയമവ്യാഖ്യാനങ്ങളും ശാസ്ത്രജ്ഞ മതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നശിപ്പിച്ചത് എന്ന് മനസ്സിലാക്കും. ഈ നശിപ്പിക്കുന്ന ഭാഗങ്ങൾ എവിടെയെങ്കിലും സൗഹാർദ്ദം ഇല്ലാതെയാക്കാൻ ശ്രമിക്കും. ഈ 300 വർഷത്തിനിടയിൽ പൊളിഞ്ഞു മുറിഞ്ഞു കളഞ്ഞ ഈ ഒരു പ്രക്രിയ നമ്മൾ വന്നിരിക്കുന്നു സാധാരണ തന്നെ അതൊക്കെ വേണ്ട. ഈ മതത്തിന് പുറത്തു പോയവർക്ക് നല്ല ബിസിനസ് ലക്ഷ്യങ്ങളുണ്ടാവും. നമ്മൾ ഒന്നിച്ചു നിന്നാൽ പല ലക്ഷ്യങ്ങളും നടക്കുക. യുദ്ധം നടന്നില്ലെങ്കിൽ യുദ്ധത്തിന്റെ ആൾക്കാർ ഉണ്ടാക്കി വെച്ച സാധനം കിട്ടുന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു യുദ്ധം ഉണ്ടാകും ഇന്ത്യയും പാകിസ്ഥാനും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ യുദ്ധം നടക്കുന്ന യുദ്ധങ്ങളുണ്ട്. നമ്മളാണെങ്കിൽ യുദ്ധം കണ്ടോ, ഈ ചൈനീസ് പടക്കം കിട്ടുമോ, അല്ലെങ്കിൽ എങ്ങനെ പോകും, എത്ര വരെ പോകും, അപ്പൊ അമേരിക്കൻ റഷ്യക്ക് എത്ര കാരണങ്ങളെ കണ്ടെങ്കിൽ ആയുധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പൊട്ടിക്കാൻ അവസരമില്ല. നിങ്ങൾ സമാധാനം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള ലോകം കിട്ടും, അല്ലെങ്കിൽ വല്ല യുദ്ധം ഉണ്ടാവും. ഇതുകൊണ്ട് അവർക്ക് വേണ്ടത് എന്തെങ്കിലും പ്രകൃതിയാണ്. അത് ഏറ്റവും മാറ്റം എന്ന് പറയുന്നത് മരത്തിനുള്ള യുദ്ധം ഉണ്ടാക്കാറുള്ളത്. അത് ഏകദേശം ഈ 2030 മഹായുദ്ധമൊക്കെ നമുക്ക് ഭാഗ്യം മുന്നിൽ കാണാനാണ്. ഭാഗ്യമുള്ള നമ്മൾ കാണും. കാരണം ആ രീതിയിലേക്ക് ഇസ്രായേലിനെയും അടുത്ത ദേശക്കാരെയൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട്. എപ്പോഴാണ് ആളുകളെ ഒന്നാണെന്നുള്ള ഒരു കാണുന്നത്. അതിന് ശരിക്കും പെട്ടെന്ന് നമുക്ക് തോന്നും നല്ല രീതിയിലാണ് ഇതോട്ടുള്ള ഒരു യുദ്ധം അമേരിക്ക ഉണ്ടാകണം. അങ്ങനെ മതത്തിന്റെ പേരിലാണ് യുദ്ധമുണ്ടാക്കാൻ ഉണ്ടാകുന്നത്. കാരണം മതവേദനയ്ക്ക് എന്ന് പറയുന്നത് ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. ദൈവം എന്ന് പറയുന്നത് എന്നേക്കാൾ ഉപരിയായിട്ടുള്ള ശക്തിയാണ്. എന്നേക്കാൾ ഉപരിയായ ഒരു ശക്തി ഒരു പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനും അതുപോലെ പ്രവർത്തിക്കാൻ എളുപ്പമാണ്. അത് ദൈവം നിന്നെ മാത്രം തെരഞ്ഞെടുക്കും, മറ്റ് ജാതികളെ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളെ തെരഞ്ഞെടുക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാണ്. ദൈവം എന്റെ വീട്ടിലാണ് കടന്നുണ്ടാകുന്ന എനിക്ക് എന്തോ സന്തോഷമാണല്ലേ. ദൈവം എന്റെ വീട്ടിലേക്ക് വരുന്നു, ദൈവം എന്റെ അച്ഛനോട് സംസാരിക്കുന്നു, എന്നോട് സംസാരിക്കുന്നു, ഞാൻ രാവിലെ വിളിച്ച് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ദൈവം എന്നെ ഉൾപ്പെടുത്തുന്നു. എനിക്ക് എന്റെ അച്ഛനോട് പറയാം, നിങ്ങളെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്നു, ബാക്കിയുള്ളവർക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഞാൻ ഗ്രഹത്തിൽ എന്ന് പറയുമ്പോഴേക്കും നല്ല സുഖമാക്കുന്നു. ഇത്തരം രീതിയിലാണ് പലപ്പോഴും പല ആളുകളും അവരുടെ നടത്തിയിട്ടാണ് ദൈവം പ്രത്യേകമായിട്ടുണ്ടോ ശുദ്ധിയോ അല്ലെങ്കിൽ എന്തോ രക്ഷയോ അല്ലെങ്കിൽ എന്തോ പ്രത്യേകിച്ചുള്ള ഒരു മത കുടുംബത്തിലുണ്ടാകുന്ന അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കും. ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ മനുഷ്യനെ ആഴത്തിൽ പഠിക്കുന്നത്. ഞാൻ എല്ലാ മതങ്ങളും ആഴത്തിൽ പഠിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, അലങ്കരിക്കുന്ന ഒരാളാണ്. പക്ഷെ തെറ്റായിരിക്കാം. എന്ന് പറഞ്ഞാലും ഇന്ന് വിവിധ മതങ്ങളുടെ അനന്തര വിഭാഗങ്ങളുടെ വ്യക്തികളിലും ആഴത്തിലേക്ക് പോയിട്ടുണ്ട് എനിക്ക് എന്താ പറയുക അലക്സ് ഉപയോഗിച്ച് പറയാൻ. പക്ഷെ ഞാൻ അന്വേഷിച്ചതല്ല എങ്ങനെയാണ് മതങ്ങളുടെ
ഉണ്ടാക്കിയിരിക്കുന്ന കുറ്റവാസക്കാരും കുറ്റം ജീവിതം കുറ്റിയുണ്ടെന്ന ആളുകളുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇതിനെതിരെയാണ് മുമ്പൊക്കെ ചേർക്കണം. എനിക്കുണ്ടാകാൻ എതിർക്കുകയും എന്റെ മുഖത്തിൽ ഇന്ത്യനായ എതിർക്കുകയും എന്റെ ജീവിതത്തിൽ എന്റെ വിവാഹത്തിൽ എന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും കിട്ടുകയും എന്നൊന്നും കേൾക്കുകയില്ല. പക്ഷെ അത് മറ്റുള്ളവരെ നേടിയെടുക്കാൻ വ്യത്യാസപ്പെടാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെയാണ് രീതിയിൽ ഉണ്ടെന്ന് തോന്നുന്നത് വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ മതം മറ്റുള്ളവരെ വിരോധിക്കാനോ അവന്റെ ബുദ്ധിമുട്ടുകൾക്ക് എങ്ങനെ കണ്ണടയ്ക്കാനോ നമ്മുടെ മതപരമാണ് എന്ന് നയിക്കുന്നതെങ്കിൽ നമ്മളോട് എനിക്ക് അഹങ്കാരം അറിയാൻ പറയും. ഞാൻ എത്ര നിരോധനത്തിലുള്ള സംഘടനകളിലെ ഉള്ളടക്കം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും മുസ്ലിങ്ങളുടെ വെളിയിലേക്ക് പോകരുത്, ചർച്ചയുടെ അവതരിക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞ് പോയാൽ നമ്മുടെ ഇന്ത്യ നഷ്ടപ്പെടും. നമ്മുടെ ഇന്ത്യയൊക്കെ നഷ്ടപ്പെടുമെന്ന് പറയുന്നത് മാറ്റി നിർത്തുകയും ചെയ്തു. എന്റെ പേരിലൊക്കെ ഞാൻ എല്ലാവർക്കും കടയിൽ മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിരുന്നു. അത് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത്തരം മാറ്റി നിർത്തുകളാണ് കാരണം എന്താ, ഈ പറയുന്ന വ്യത്യസ്തതകളിൽ നിന്ന് എന്റെ മതത്തിൽ ഒരു വ്യക്തിത്വം എന്റെ സഹോദരന്റെ ദുഃഖം കാണണമെങ്കിൽ അവനെ ഉറപ്പാക്കാൻ ഇടയാകില്ല. ഇവിടെയാണ് യേശു പറഞ്ഞത് ഇന്നപോലെ ഉണ്ടാക്കാൻ സ്നേഹിക്കുക. ഇനി പോകാൻ നമുക്ക് തോന്നുന്നതിനുള്ള സ്നേഹമായി നന്നായി നോക്കാൻ പോകുന്നു. എന്നിട്ട് എന്റെ കഴിവിന്റെ പരമാവധി അയക്കാനെ കുറിച്ച് നീ ശ്രദ്ധിക്കണമെന്നുണ്ട്. എന്നെ പോലെ നീ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ഉറപ്പുണ്ടാകണം. നീ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ളതും നീ കഴിച്ചിരിക്കണം. നീ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തും കല്യാണ ബന്ധുക്കാരും ഉണ്ടാകും. എന്തൊക്കെ വിളിപ്രാവശ്യമുണ്ട് എന്നോട് അങ്ങനെ ആളുകൾ പെരുമാറണമെന്ന് നീ വിചാരിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരുത്തും പെരുമാറിക്കൊള്ളുകയാണെന്നുള്ള ഒരു ഡിസ്ക്രിമിനേറ്റ് ഇല്ലാത്ത രണ്ടത്തിലെ ഒരുപാട് കാര്യങ്ങളാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും മൗലികമായ ആ ഒരു സംവിധാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു വാദത്തിനും മുമ്പ് പോലെ അതാണ് നമുക്ക് തോന്നിയ പോലെ കഴിയുന്നതനുസരിച്ച് നിങ്ങൾ പ്രസക്തിക്കൊന്നും അനുസരിച്ചതില്ല. എന്നെ പോലെ അതിൽ ആരും നിൽക്കുന്നതില്ല. നിന്നുണ്ടെങ്കിൽ അവിടെയാണെന്നുണ്ടായിരിക്കും. റസൂലുള്ളാഹിന്റെ തങ്ങളിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നത് എന്താ പറയാ, എന്റെ അവിവാസി പട്ടിണി കിടന്നാൽ നീ എണ്ണപ്പെട്ടവനല്ല, നീ എന്താണെന്ന് പറഞ്ഞ് വേദനടിച്ച് നടത്തുകയും നീ അടുത്ത മാത്രം ദാരിദ്ര്യമുണ്ട്. ദാരിദ്ര്യം ഒരു ഭക്ഷണ ദാരിദ്ര്യം മാത്രമാണ്. അവനുണ്ടാകുന്ന വസ്ത്രദാരിദ്ര്യം, അവനുണ്ടാകുന്ന റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ദാരിദ്ര്യം, അവനുണ്ടാകുന്ന മാനസിക ദാരിദ്ര്യം, ഇങ്ങനെയാണ് പല ദാരിദ്ര്യങ്ങളും നിങ്ങൾക്ക് എന്റെ അയൽവാസിയോട് കൂടെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നുണ്ടെങ്കിൽ നീ എണ്ണപ്പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി എക്സ്കമ്മ്യൂണിക്കേറ്റ് ഉണ്ടാവും. ഓട്ടോമാറ്റിക്കലി എക്സ്കമ്മ്യൂണിക്കേറ്റ് എടുക്കാൻ ഇസ്ലാം സംവിധാനത്തിൽ നിന്നും മുസ്ലിം സംവിധാനത്തിൽ നിന്ന് ഒരാൾ ഓട്ടോമാറ്റിക്കലി ഒറ്റപ്പെടുന്ന ശിക്ഷ നടന്നത് കൂടിയാണ്. എന്റെ പേര് പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല, അഞ്ചിലെ നിസ്കരിക്കാനും പറ്റില്ല, നോമ നോക്കാതിരുന്നിട്ടില്ല, ആദ്യം വെറുതെ നിസ്കരിക്കാനും പറ്റില്ല, തീർത്ഥാടനത്തിന് നോക്കാതിരുന്നിട്ടില്ല, എല്ലാം ചെയ്തു. പക്ഷെ അനിവാസി അവൻ പട്ടി കിടന്നു അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ധൈര്യം എനിക്കുണ്ടാവില്ല. ആ സമയത്ത് ഈ ഓട്ടോമാറ്റിക്കലി ഇത് പറയുന്ന പ്രവാചകന്റെ ആ ഒരു വേറിൽ അല്ലെങ്കിൽ ആ ഒരു പഠിപ്പിക്കൽ എത്രത്തോളമാണ്. ഇവിടെയാണ് മതങ്ങൾ ഇതിലേക്ക് തിരിച്ചുപിടിക്കേണ്ടത്. യേശുവിനെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പിടിക്കേണ്ടത് ഒരു കാലഘട്ടമാണ്. നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് നമ്മൾ നമ്മുടെ മൈൻഡ് എന്ന് പറയും പുറകുവശത്ത് നിന്നാണ് നമ്മുടെ തോന്നലും ചിന്തകളും ഉണ്ടാകുന്നത്. അതൊരു റെസ്പോൺസാണ്. നമ്മൾ ഓരോ സാഹചര്യത്തോട് റെസ്പോണ്ട് ചെയ്യുന്നു. ഇപ്പൊ എന്നെ അല്ലെങ്കിൽ കൊല്ലാൻ വെള്ളം ഞാൻ ഒന്നുകിൽ ഓടും, റെസ്പോൺസ് ഇങ്ങനെ കഴിച്ചു വെക്കും, അല്ലെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യും. ആരാണ് പ്രധാനം ചെയ്തിരുന്നത്? ഈ മൂന്ന് ക്വാളിറ്റി ഇതൊക്കെ വരുന്നത് ഏത് മൃഗത്തിനും ഉള്ളതാണ്. ഏത് മൃഗങ്ങളും പറയുന്ന സാധനമുണ്ട്. അവിടെ വെച്ചിട്ടാണ് പരിശോധിക്കുന്നത്. അപ്പൊ മതങ്ങൾ
മുസ്ലിങ്ങളുടെ ആവിർഭാവ സമയത്ത് പ്രതിരോധികളെയും മറ്റു വർഗങ്ങളെയും ഗോത്രങ്ങളെയും ഒക്കെ അവർ നിഷ്കാസനം ചെയ്ത് നമ്മുടെ യുദ്ധത്തിലും അല്ലെങ്കിൽ മത്സരത്തിലുമൊക്കെ തോൽപ്പിച്ചിട്ടുള്ള പല മതങ്ങളുടെയും ചരിത്രങ്ങളുടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇന്നും അതിൻ്റെയൊക്കെ ബാധ്യതത്തിൽ നമ്മൾ മതസൗകര്യത്തിൽ നിന്നൊക്കെ പ്രതിരോധത്തിലുണ്ടാവും. നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കി ചാറ്റ് ജിപിടി പോലുള്ള പോലുള്ള വലിയ വലിയ സംവിധാനങ്ങളിൽ നമ്മൾ വന്നുള്ളൂ. നമ്മുടെ കുട്ടികൾ ഇന്ന് പോലും ചാറ്റ് ജിപിടി ഉപയോഗിച്ചിട്ടാണ് പലരും പഠിക്കുന്നത് കണ്ടുപിടിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ അനുകൂല മൈൻഡും എൻഡിക് മൈൻഡും ഒറ്റീലിംഗ് മൈൻഡും വെച്ച് വ്യതിരിക്ത സിദ്ധാന്തവുമായി മതങ്ങൾ മുന്നോട്ട് പോയാൽ കുട്ടികളെ പറയണം മക്കളൊക്കെ നമ്മുടെ തലമുറകളേക്കാൾ ഒക്കെ സത്യസന്ധി കൂടുതൽ. ഞാനൊക്കെ ചെറുപ്പത്തിൽ വിഷമിച്ച് പല എവിടെയും പോയി കുറച്ച് താമസിച്ച് വന്നാൽ കുട്ടികളോട് എന്ത് നുണ പറയുമെന്ന് ചിന്തിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് പലരും കിടന്ന് ഉറങ്ങിയിട്ടുള്ളത് അറിയാതെ നമ്മളൊപ്പം നുണ പറയും, കൃത്യത പറയില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികൾ കുറച്ചുകൂടി സത്യത്തിൽ അവിടെ പോയിട്ട് കൃത്യമായി ഉറപ്പുകൂടി പറയാനുള്ള ധൈര്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരോട് ഇതിലേക്ക് പറയണം. അവരോട് ഈ സർവേകളിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ മതങ്ങൾ അത് അപ്രസക്തമാകും. മതങ്ങൾ പ്രസക്തമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനവർ ൊക്കെ വെച്ച് യോജിപ്പിക്കുന്നൊക്കെ പറയും. വെച്ചിട്ട് ചിന്തിക്കണം, മുൻഭാഗം ചിന്തിക്കുന്ന കാര്യമാണ്. കാരണം ഇനി നമുക്ക് വർഗ സ്വഭാവം വർഗീയ സ്വഭാവം ഒന്നും പറ്റില്ല. കാരണം നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ആധുനിക സമൂഹത്തിൽ നമ്മുടെയൊക്കെ മതസമൂഹത്തിൽ കുട്ടികളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെയൊക്കെ മതത്തിലെ സാംസ്കൃതിക വശത്തെക്കുറിച്ചല്ല പറയുന്നത്. അതാണ് ഇലക്ട്രൽ സത്യവിഷയമെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെയൊക്കെ മതത്തിൽ സാംസ്കൃതിക സത്യം കണ്ടേക്കാം, സാംസ്കൃതിക വശങ്ങൾ കണ്ടേക്കാം. കഴിഞ്ഞ് ശാസ്ത്രത്തിന്റെ പിന്നാലെ പോയതാണ് ഒരർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് പ്രസവത്തിന് കാരണമെന്ന് തോന്നുന്നത്. അത് സഭയിൽ മാറ്റം നിവർത്തി കൊണ്ടുവന്ന വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് കൃത്യമായി ശാസ്ത്രീയമായി വ്യക്തിപരമായിട്ട് ഒന്ന് മറുപടി കൊടുക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാപ്തിണ്ടാകുന്നത്. മഹാബോധമുള്ളവരുടെ കൃത്യമായ ഉത്തരങ്ങൾ ഇടപെടലുകളൊന്നും ഇസ്ലാം സമൂഹത്തിൽ ആദ്യത്തിന് ശേഷമുണ്ടായ വിവിധ കാര്യങ്ങളുടെ ഉദാഹരണത്തിനുണ്ടാകും. ഞാൻ വരുന്ന വിനോദത്തിലാണെങ്കിലും സാമ്പിളെ പോലുള്ള ഉണ്ടാക്കിയ ആ ഒരു വൈദ്യുതി അതായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷന്മാർ ബന്ധപ്പെടുത്തുന്നതിന് പറഞ്ഞു. ഈ ഡിസിപ്ലിനായി ആളുകളൊക്കെ എത്താൻ വേണ്ടി അവർക്ക് ഇടപെടുന്നതിന് കിട്ടാൻ വേണ്ടി ഒരു ശാസ്ത്രവും അതെല്ലാം കൂടി ചില സുരക്ഷയുടെ ധാരാളം പറയുന്നതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഉച്ചിഷ്ടമാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ മതത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അതൊന്ന് നമ്മൾ തിരിച്ചുപിടിക്കണം. നമ്മൾ ഓരോ മതക്കാരും പറയാനും എന്റെ മതവും എന്റെ സംവിധാനങ്ങളിൽ നിന്നും ശാസ്ത്രത്തെ കേൾക്കാനോ മാറില്ല. എന്റെ ശാസ്ത്രം കൊണ്ട് പറയുന്നു എനിക്ക് പറയുന്നില്ല എന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നതല്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഉറപ്പിന്നാൽ നമ്മുടെ സമ്പ്രദായങ്ങൾ നിങ്ങളുടെ സുന്നത്തുകൾ ഞങ്ങളുടെ സഭാചരിത്രം അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിന് അതിന് സഹായമായ അമ്പിയാക്കൾ ഔലിയാക്കളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതനുസരിച്ച് പോകുന്ന സംവിധാനം തന്നെയായിരിക്കണം നടന്നു. ഈ തലമുറയ്ക്ക് നടക്കാനാണ് ഒരുപാട് പേര് ഇന്നത്തെ പുതിയ കുട്ടികൾ കഴിവുണ്ടായാലും ഇടയിൽ എല്ലാ മതത്തിലും ആളുകൾ പുരോഹിതന്മാരായി ചേരുന്നത് സംഭവിക്കുന്നു. അമ്മമാരാകാൻ തീരുമാനിച്ചവർ പള്ളിയച്ചന്മാരാകാനും വിനാശമാകാനും ഉള്ളിൽ മൗലികമാരാകാനും തീരുമാനിക്കുന്ന യുവജനങ്ങളുടെ ഒരു കുറവ് ഉണ്ടാകുന്നുണ്ട്. ഇത് പണത്തെടുത്ത് വന്നിട്ട് വലിയ വലിയ കുട്ടികളായതിനു ശേഷം വീണ്ടും വലകാലിന് ശേഷം വീടുമാരും സന്യാസിമാരാകണം അതൊക്കെ റാങ്ക് ലഭിച്ചും ഡോക്ടർമാരും എഞ്ചിനീയർമാരെ കാര്യം ശേഷം തിരിച്ചു വരുന്നു. അവർ വന്ന് ചോദിക്കുന്നത് നടന്നുള്ള ആ ഭാഗങ്ങളിലാണ് കുറ്റനാശനത്തിലേക്ക് അവർ പോകുന്നില്ല.
ഫിലോസഫി പള്ളികളും ആശയങ്ങളും കാരണം വല്ലാതെ ശാസ്ത്രീയമായിട്ടുള്ള അത് നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള വിശകലനങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിലാണ് അതിൻ്റെ ഗുണം അതിനനുസരിച്ച് എന്താണ് പഴങ്ങളിലൊക്കെ ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ആ പഴങ്ങളിൽ നമുക്കുള്ള ശ്രദ്ധായിട്ടുണ്ടാകും ആ പഴങ്ങളിൽ എല്ലാവരും നമ്മുടെ അമ്മത്തച്ഛനും കുഞ്ഞാടി മരക്കാരും കൂടുതലായാലും മന്ത്രം പറഞ്ഞു ഇവിടുത്തെ സൗദും കൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പല പരിപാടി പള്ളികളിൽ നടത്താന്മാർക്കും അവരുടെ രാജസ്ഥാന്മാരായി നിന്നിട്ടുണ്ടാകുന്നത് ഇംഗ്ലീഷ് മീഡിയ ആളുകളായിരുന്നു അതും വിദ്യാർത്ഥികൾക്കൊക്കെ കൂടി പിന്നോട്ട് ചെത്തുന്നതൊക്കെ ഒട്ടും കിട്ടാതെ കാഴ്ചപ്പള്ളികൾക്ക് ഈ പ്രധാന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അത് പിടിച്ചുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ മാതൃക നമ്മൾ തിരിച്ചറിയുന്നു അപ്പൊ നമ്മളൊക്കെ മറ്റാക്കൂടെ പറയും മുന്നോട്ട് ചിന്തിക്കുന്ന പദ്ധതിയെ പറയുന്ന പേരാണ് മുക്തവിദ്യാർത്ഥി നമുക്ക് മുക്തവാദി ഐക്യം കൂടിയിട്ട് കാര്യമില്ല നമുക്ക് ശാസ്ത്രീയത കൂടിയിട്ട് കാര്യമില്ല നമുക്ക് ഐക്യം വേണ്ടി ഉണ്ടായിട്ട് കാര്യമില്ല നമുക്ക് ഇമോഷൻ ഇന്റലിജൻസ് ഉണ്ടായിട്ട് പോലും കാര്യമില്ല നമുക്ക് വേണ്ട മെറ്റാടെക്നിക്കുകളെ കുറിച്ച് എങ്ങനെയാണ് കോൺഫ്ലിക്റ്റിനെ നിലനിൽക്കുക എങ്ങനെയാണ് മരങ്ങളെ പുനർ ആവിഷ്കരിക്കുക എങ്ങനെയാണ് ഇത് പ്രതികരിക്കുക എന്നുള്ള കഴിവിനൊക്കെയാണ് ഈ കുട്ടികൾക്കും നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സെമിനാറിലെ ഗവർണേഴ്സിനും നമ്മുടെയൊക്കെ തരത്തിലെ കുട്ടികൾക്കും ഭാഗമായിട്ട് നമ്മുടെയൊക്കെ സ്വാമിമാരൊക്കെ കിട്ടാനുള്ള ഒരു ലേബറാണ് മെറ്റാടെക്നിക്ക് വരുന്നത് അതുണ്ടെങ്കിൽ നമുക്ക് ചാപ്പിലേക്കുന്ന കാലത്ത് മുന്നോട്ട് പോകുന്നത് ഇവിടെ എൻ്റെ വീട്ടിൽ നമ്മൾ അഞ്ചുണ്ട് മനസ്സിൽ നമുക്ക് പ്രത്യേകമായ എല്ലാവരും നമ്മൾ പറയുന്ന കഥകളിലും അത്തരം പ്രവാസങ്ങളൊക്കെ തന്നെ ഇനി നമ്മുടെ കുട്ടികളെ സ്വീകരിക്കില്ല പറഞ്ഞത് കാര്യമില്ല അത് നമ്മുടെ മനസ്സിൽ മാറിയിട്ട് അപ്പൊ ഈ കഴിവ് നമ്മളെ സഹായിക്കും അതിനെ സഹായകരമാണ് കൂടുതലുള്ള കാര്യങ്ങൾ ഇതിന് ഈ ഇസ്ലാം മോഡലിലുള്ള വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട മതസൗഹൃദ സദസ്സും മാനവീയ സമ്മേളനത്തെ വെച്ചത് അത് എല്ലാ ലോകത്തിനും സ്വീകാര്യമായ നിലനിൽക്കുന്നത് എല്ലാം നമ്മളാണ് കാണിക്കുന്നില്ല കാരണം നല്ലപ്പോഴുള്ള അമ്മയും അച്ഛനും ഞാനും ഒറ്റപ്പെടുന്നതും എല്ലാം ആ ഒരു പിക്ചർ ഞാൻ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കുന്നില്ല ചെറിയ കുട്ടിക്ക് ഈ എല്ലാവരും വന്ന ഒരു സംഘം നമുക്ക് ഉണ്ടായിരുന്നു എന്നൊരു വലിയ വിഷയം പിക്ചറാണ് കിട്ടുന്നത് അത് ഞങ്ങളുടെ നമുക്ക് ഒരുപാട് നല്ലൊരു വസ്തുതയാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നാട്ടുകളിൽ നിന്ന് ഇന്നത്തെ അംഗസംഘങ്ങളിൽ ഒരുപാട് എന്താണ് ദൈവങ്ങളെ നമ്മുടെ ഇബ്രാഹിം ഒതുക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകളും ഇത് അടയാളപ്പെടുത്തലാണ് ഈ അടയാളപ്പെടുത്തലാണ് നിങ്ങളിതിനു വേണ്ടി എന്നെ വിളിച്ചു ഇതിനു വേണ്ടി സന്ദർഭങ്ങൾ നടത്തി വീഡിയോ ഉണ്ടാക്കി അടുത്തകളിൽ അതിനെക്കുറിച്ച് എല്ലാവർക്കും സൗഹൃദം സന്തോഷം നമ്മൾ തമ്മിൽ മനസ്സിലാക്കാൻ അവസരം ഇതിന്റെ ഞാൻ വരുന്നുണ്ട് ഞാൻ വിളിച്ചെടുത്തവരൊക്കെ വന്നിട്ടുണ്ട് ഈ ധാരാളം പോരാൻ തീരുമാനിച്ചിട്ടുള്ള നിങ്ങളിവിടെ എന്താ ഏതാ വിചാരിച്ചിട്ട് ഒന്നും കേട്ടിട്ടില്ല ഒന്നും അറിയില്ല ഞങ്ങളോട് വണ്ടി വന്നിട്ട് പോകുന്നു എന്റെ കാരണം എന്താ ഇവിടെ വന്നാൽ ഒരു 5 മിനിറ്റ് ഉണ്ടാകണമെന്ന് ആ വിചാരിക്കുന്നതാണ് അതുപോലെ നമ്മളെ ധാരാളമായി സമൃദ്ധമായി ഇതൊരു ഞങ്ങളിലേക്ക് ഉയർത്തുന്ന ഈ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്ന നമുക്ക് അത് ദൈവം സ്വീകരിക്കേണ്ടത് നമ്മളായി കൂട്ടത്തെ എന്ന് മാത്രമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കാണെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ഇന്നുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു.
Thank
മാനവനാണ്, മനുഷ്യനാണ്. ഈ മനുഷ്യന്റെ മാത്രമാണ് മനുഷ്യകുലത്തിന് മതം എന്താണ്? എന്റെ മതം ഇസ്ലാമിയായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും അവനവന്റെ മനസ്സിലുള്ള ചിന്താഗതികൾ അവരെ പരിവർത്തനം പഠിക്കും. ഇവിടെ മാനവൻ മാത്ര സംഗമത്തിന് ലോകത്തെ വാർത്തയായിട്ടുള്ള മനുഷ്യൻ. ഈ മനുഷ്യൻ എന്താണെന്ന് പഠിക്കാൻ പഠിക്കേണ്ട തന്നെ സംഭവം എന്താണ് തോന്നുന്നു. കാരണം ബുദ്ധമതത്തിലെ 18 പുരാണങ്ങളും ഭാഗവതവും മഹാഭാരതവും രാമായണവും ഒട്ടനവധി സാധനങ്ങൾ താങ്കളുടെ മന്ത്രങ്ങളെല്ലാം ഉണ്ട്. ഇസ്ലാമത്തെ പരിശുദ്ധ ഖുർആനുണ്ട്. ക്രൈസ്തവ മതത്തിൽ ബൈബിളുണ്ട്. അത് എന്തുകൊണ്ട് എല്ലാം ഈ ലോകത്ത് തുന്നുന്നവർ വന്നിട്ടും കാലങ്ങൾ അങ്ങോട്ട് പോകാൻ തോറും മനുഷ്യൻ നെഞ്ചും അകന്ന പോകത്തിലും വെള്ളത്തിന്റെ മുഖത്തിലും തോന്നിപ്പോരുന്നില്ല. അതൊരു എന്തുകൊണ്ട് തൊട്ടടുത്തുണ്ട്. എന്നാൽ അവിടെയാണ് നമ്മുടെ ചിന്ത വരുന്നത്. നമ്മൾ നമ്മുടെ മതങ്ങളെക്കുറിച്ചും നമ്മുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ജനങ്ങളെ പറ്റുപറ്റുകളെ പഠിപ്പിക്കുമ്പോൾ അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് ജീവിക്കാനും കൂടി പഠിപ്പിക്കേണ്ട മാത്രമാണ് ഈ മാനവ മാത്രം അതിന്റെ ഉള്ളിലിടുന്ന പഠിപ്പിക്കുന്നത് പറയുന്നുണ്ടല്ലോ. ആരാണ് മനുഷ്യൻ? മനുഷ്യൻ ആരെയാണ്, മനുഷ്യന് ജന്മം എന്തിനാണ് എന്നറിയുന്നിടത്തുനിന്നാണ് ഈ മതത്തിനെല്ലാം ഉണ്ടാകുന്നത്. മതത്തിനെല്ലാം ഉണ്ടാകത്തോന്നില്ല. ഞാൻ ഇത് 5 ഭാഗങ്ങൾ എന്റെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് നമ്മൾ കുറിച്ച് പഠിക്കുന്ന സമയത്തൊക്കെ ജന്മസ്കൂളിനെ പഠിപ്പിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഞാനും പറഞ്ഞു പറ്റുന്നത് ചോറിനൊക്കെ ഇതുണ്ട് കച്ചവടം കൊടുത്ത് വെച്ചാണ്. അപ്പൊ അന്നത്തെ വാശിയിൽ നിന്ന് സർക്കാർ ഗവൺമെന്റ് ജോലി വേണമെന്ന് പറഞ്ഞാൽ പഠിച്ച് ജോലി പ്രഭാവത്തിൽ പഠിച്ച് രാജ്യങ്ങൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് ചെയ്ത് അത് അപ്ലൈ ചെയ്ത് ജോലി കിട്ടി ആ ജോലി വീണ്ടും വെച്ച് വീണ്ടും കിട്ടുക വീണ്ടും കിട്ടി ഭാഷപ്പെടുത്തിക്കാൻ പറ്റില്ല. ഭാഗവതം പഠിക്കണമെന്നുള്ള മനസ്സെന്താണ്? ഭാഗവതം പഠിച്ച് 10 പേർക്ക് വേദിയിൽ കത്താനും പാരായണം ചെയ്തു പ്രഭാഷണത്തിന് ഭാഗവതം അതെന്റെ മനസ്സിലാണ്. പക്ഷേ ആ മനുഷ്യരാകുമ്പോൾ ഇത് വേണം. അപ്പൊ അത് കണ്ട് എന്റെ വ്യക്തിത്വമാണ് ജനനം ചെയ്യുന്നവരാകണം മനുഷ്യൻ. ജനനം ചെയ്യണം. വേറെ വിഷയപ്പെടുന്നില്ല ചിന്തിക്കണം പഠിക്കണം. ഞാൻ അതിനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ മനസ്സിൽ വേദന ഉണ്ടാകുന്നു. നിയമപരമായിട്ട് കത്തായിരിക്കുന്നു. അടുത്തവൻ വിമർശിക്കുന്നു. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ 100 പേരുടെ വേദന 99 പേരും നമ്മളത് വരുന്നുണ്ടെങ്കിലും അടുത്ത പേരിനെ കുറിച്ചെന്നിട്ട് ആ മനുഷ്യൻ ഇവിടെ ചിന്ത വന്നാണെന്നാൽ പണ്ടുകാലത്തൊക്കെ നോക്കിയിരുന്ന ഈ സൗഹൃദങ്ങൾ തിരികെ വരുന്ന ഒരു സംശയം വേണ്ട. ഒരു സംശയം വേണ്ട. നേരത്തെ പഠിക്കാൻ അതാണ് എല്ലാവരും വിസ്തരിക്കുന്ന ഇസ്ലാം മതത്തിലെ കുട്ടികളോടും മുതിർന്നവരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവര് പരിശുദ്ധ ഖുർആന്റെ പാഠ പിന്തുടർന്ന് വരുന്ന മനുഷ്യനെ ഈ തെളിവ് തന്നെ കാണുന്നു. പിന്നെ മലയാള സിനിമയില് ഒരു കുടുംബ ചിത്രങ്ങൾ കൂടുതൽ സംവിധാനം ചെയ്ത സത്യനന്ദക്കാട് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിന്റെ ഭാഗത്ത് നടക്കുന്നത് ഒരു വേദിയിൽ അവൻ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു എന്നെ സംഘങ്ങളിൽ ഏറ്റവും വലുതായിട്ടുള്ള 9. ആ 9 8ന് ഒരു അഡ്മിറ്റ്. അപ്പൊ അതുകൊണ്ട് മുമ്പ് 8 വെച്ചു ഇങ്ങനെ പറ്റത്. അപ്പൊ എന്താ പറഞ്ഞു
ഒന്നടിക്കാനായിട്ട് കഴിവ് വന്നിട്ട് അവിടെ പൂജ്യമാണ്. അതെന്താണ് ചിന്തിച്ചു ഒന്നൊക്കെ തൊട്ട് കണ്ടാൽ രണ്ട് നമ്മൾ ഒന്ന് പഠിക്കുന്നു മൂന്ന് രണ്ട് പഠിക്കുകയാണ്. അപ്പൊ ഒന്നൊക്കെ മേലുള്ളവരെ നിങ്ങൾ അടിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വിലയില്ലാത്ത പൂജ്യത്തിന് അടിച്ചിട്ട് അവർ എന്ത് ചിന്തിച്ചു ഒന്ന് മാത്രമാണ് ആ ഒന്ന് പൂജ്യത്തിന് നേർത്തിട്ട് ആ തൊട്ടിന്റെ വില എവിടെയുണ്ട് ഒന്നിനൊക്കെ മേലെ നമ്മുടെ മനുഷ്യകുലത്തില് നമ്മള് ഈ താഴെക്കിടയിലുള്ള അസ്വരങ്ങളും ആലംബഹീനരും ഒരു ക്ലാസ് താഴത്തെ പോൽ നിവൃത്തില്ലാത്തവരും കാണാതെ രണ്ട് കണ്ണുണ്ടെങ്കിൽ ഒരു കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് മറ്റൊരു കാണാതെ രണ്ട് കണ്ണും തുറന്നു പിടിച്ചുകൊണ്ട് താഴത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഓരോരുത്തരും തയ്യാറാണ്. അവിടെ ഇസ്ലാമുണ്ടോ ക്രിസ്ത്യാനുണ്ടോ ഹിന്ദുവൊന്നുമില്ല. തിരിച്ചു വരണമെന്നില്ല. അവിടെ എനിക്കത്ര സംസാരിച്ച രണ്ട് പേരും പറഞ്ഞു നമ്മൾ തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോൾ താഴത്തേക്ക് വന്നില്ലെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ മറ്റു രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും പടുകയും പഴുകയും എല്ലാം നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്തേക്ക് വരുന്ന താമസമല്ല. ജാതി വിവരത്തിന്റെ കാരണമാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ തത്വങ്ങളെല്ലാം തന്നെ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതെന്താണ് വേണ്ടത്? ഞാൻ ആരാണ്? മനുഷ്യൻ ആരാണ്? മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം എന്താണ്? ടാർഗറ്റ് എന്താണ്? എന്തുകൊണ്ട് മുപ്പത്തൊമ്പത് ഭാഗങ്ങളോ മറ്റോ പിന്നീട് പന്ത്രണ്ട് അക്ഷരത്തിൽ ബോധപ്രാഥമിക ഇത്രയും ജീവജാലങ്ങൾ ഭൂമിയിലാക്കാൻ മനുഷ്യൻ മാത്രമുള്ള പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ പഠിക്കാത്ത സംഭവിക്കുന്നത്. ഇതാണ് മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യജന്മം ഇതാണ്. ഈ ഭൂമുഖത്തെ പഠിക്കാൻ ധാരാളം ജീവജാലങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും ടോപ്പില് അതല്ലെങ്കിൽ ഏറ്റവും ഈശ്വരനോട് മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന അവസാനത്തെ ജന്മമാണ് മനുഷ്യന്റെ. മനുഷ്യന്റെ ജന്മങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കാത്തതാണ്. മനുഷ്യജന്മ ഭാഗത്ത് ഒരു ജന്മങ്ങളൊന്നുമില്ല. ഒരു കീഴപ്പോഴും കയറില്ല. ശാസ്ത്രം കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കും. ആ ജന്മങ്ങൾ കയറില്ല. മനുഷ്യന് എന്തുകൊണ്ടാണ്? മനുഷ്യജന്മത്തിൽ മാത്രമാണ് എല്ലാവരും വിളിക്കാൻ പറ്റുള്ളൂ. ഞാനെ കൃഷ്ണാന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നാട്ടിനെ വിളിക്കാൻ പറ്റുന്ന ഒരു പശുവിന് പറ്റും. അതിന് പറ്റും. എന്താണ് പറയുന്നത്? അതെന്താണ്? വന്ന് വയൽ അവിടെ നിന്ന് വന്നു പരിഭ്രമത്തിൽ നിന്ന് വന്നാൽ തിരിച്ചു വേണ്ട. നമ്മുടെ ആത്മാവ് ആ കർത്താവിനെ ഈശ്വരത്തിലേക്ക് വന്നുള്ള അവസാനത്തിൽ ആ മാറ്റത്തിലേക്കുള്ള മുകളിലേക്ക് ജന്മമാണ് മനുഷ്യജന്മം. മനുഷ്യജന്മം സാർത്ഥകമാകുന്നുണ്ട്. നമ്മുടെ ജന്മത്തിന്റെ ലക്ഷ്യം എന്താണ്? അറിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട നമ്മുടെ ജന്മത്തെ ടാർഗറ്റുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രയാണത്തിൽ നമ്മളെല്ലാം മറന്നു പോകുന്നതാണ് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്തതാണെന്ന്. നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ പ്രാവശ്യം അത് പരാജയപ്പെട്ട ഒരു സൗകര്യം ആരാണ്? അപ്പൊ ഒന്നിനെ ഒന്നിനെ എന്നാലും വന്നു പോകുന്നത്. മനുഷ്യജന്മങ്ങളിൽ ബന്ധങ്ങളുണ്ടാവും. ഈ ഭൂമിയത്ത് ബന്ധങ്ങളിലെ ഒരേ ബന്ധം മാത്രമേ മനുഷ്യന് ആരാ എന്നുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് എന്നുള്ള ബന്ധമുള്ളത്? പുരുഷന്റെ ബീജവും സ്ത്രീ ബന്ധവും കൂടി ചേർന്ന് ഞാൻ അല്ലെങ്കിൽ ഈ എന്ന പ്രാണമായിട്ട് മാറിക്കൊണ്ട് ആ സ്ത്രീയുടെ ഗർഭാശയത്തെ പറ്റിക്കാറ് ആ സ്ത്രീയുടെ ഓജസ്സും തേജസ്സും എല്ലാം വലിച്ചെടുത്ത് കൈകളോ കാലുകളോ തലകളോ തലച്ചോറുകളോ കണ്ണുകളെല്ലാം ഉണ്ടാകുമ്പോൾ 10 മാസത്തോളം മനുഷ്യൻ തന്നെ രോഗത്തെ മാറുന്നില്ല. ആ 10 മാസം കഴിഞ്ഞ മനുഷ്യരുടെ മാറൽ ഞാനെന്ന് നടക്കുകയായിരുന്നു. ഈ ഭൂമിയിലെ കണ്ണുകൾക്കെന്ന ഉണ്ടായിട്ട് ഈ തരം ദൈവം ഒറ്റക്കെല്ലാവർക്കും എല്ലാവരും പറയത്തുണ്ട്. ഞാൻ ബന്ധപ്പെട്ട പോകുന്നത് ഇന്ന് ഉച്ച കയ്യിൽ ഭൂമിയിലെ
അത്യാവശ്യമായ സംഗീതങ്ങളാണ്. കാരണം മനസ്സിനെ വേർതിരിക്കുന്ന ഒന്നുണ്ട്. മനുഷ്യനെ കാണാൻ കഴിയില്ല. മനുഷ്യസ്നേഹം മാത്രമുള്ള നിലവാരത്തിലേക്ക് നമ്മുടെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുന്നതും വളരെ സാധാരണമാണ്. 27 വർഷമായിട്ട് ഈ ഇതായിട്ടുള്ള ഇസ്ലാം ഇത് വാശി എല്ലാം നടക്കുകയാണ്. ഇതുപോലുള്ള സംഗതികൾ നമ്മുടെ ഏത് ഭാഗത്തും എല്ലാവിധ വിഭാഗങ്ങളിലും ഇതേപോലെ സ്നേഹം സമ്പന്നമായ മനുഷ്യസ്നേഹത്തിന് മാത്രം കാര്യങ്ങൾ പറയുന്ന രീതികൾ ഇനിയും ഉണ്ടാകണം എന്ന് മാത്രം പ്രശംസിച്ചുകൊണ്ട് എൻ്റെ വാർത്തയിൽ അവസാനിപ്പിക്കാൻ നന്ദി.
ജനുവരി അതിന്റെ അവസാന വാരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വരുന്ന ജനുവരി 26 തിങ്കളാഴ്ച നമ്മുടെ രാജ്യം 27ാമത് റിപ്പബ്ലിക് ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തെ വ്യക്തമായിരുന്നു. ഭരണഘടനയില്ലാതിരുന്ന രാജ്യം 1950 ഒരു ഭരണഘടന രൂപീകരിക്കപ്പെടുകയും രാഷ്ട്രപ്രധാനായി രാജപക്ഷത്തേക്ക് സ്ഥാനാന്തരണം നീക്കുകയും അങ്ങനെ രാജ്യം 1950 ജനുവരി 26 10-15 ഒരു ഭരണഘടനയെ അധിഷ്ഠിതമായ സ്വതന്ത്ര രാജ്യമായി നമ്മുടെ രാജ്യം മാറി. അതിന്റെ ആഘോഷങ്ങൾ വരുന്ന തിങ്കളാഴ്ച റിപ്പബ്ലിക് എന്ന് ഞാൻ നിങ്ങളോട് എടുത്തു പറയേണ്ടതില്ല. റിപ്പബ്ലിക്കിനൊക്കെ കാശ്മീർ തയ്യാറിക്കാൻ നമ്മൾ എല്ലാവരും പോരാടിയേക്കുന്ന നമ്മളേറെ സന്തോഷപ്പെടുന്ന പാർലമെന്റായ ഒന്നാണ് നമ്മുടെ രാജ്യം. അതിന്റെ തലസ്ഥാനത്ത് സൈനികരുടെ കരാർ നടത്തി. നമ്മുടെ രാജ്യത്തിന്റെ സമ്പ്രദായങ്ങളുടെ വൈദഗ്ധ്യങ്ങളൊക്കെ അടങ്ങുന്ന സന്യാസങ്ങൾ നൽകുന്ന ഒട്ടനവധി കലാവിഷ്കാരങ്ങളോട് കൂടിയ വലിയ ആഘോഷ റാലികൾ നമ്മുടെ നാട്ടിൽ. നമ്മുടെ രാജ്യത്തിന്റെ കട്ടടത്തിൽ കൊള്ളുന്ന സൈനികരാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ഒരു മനുഷ്യന്റെ ആരോഗ്യ സമ്പദ്വ്യവസ്ഥയുടെ നിലനിൽപ്പ് അവന്റെ ബാഹ്യമായ അവയവങ്ങളിൽ നിൽക്കുന്ന ആന്തരികമായ അവന്റെ അവയവങ്ങളോട് നമ്മുടെ കൈകാലുകളോ നമ്മുടെ നേത്രങ്ങളോ ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയപ്പെട്ട നമ്മുടെ പ്രജ്ഞയോ നമ്മുടെ ഹൃദയമോ നമ്മുടെ തലച്ചോറൊക്കെ തകരാറായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പുസ്തകമാണ്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തിന്റെ ബാഹ്യമായ രാജ്യം അതിന്റെ ആരോഗ്യാവസ്ഥ നിലനിൽക്കുന്നതിന് ബാഹ്യം ആന്തരികമായ ചില ഘടകങ്ങളാണ്. ബാഹ്യമായ ഘടകമാണ് നമ്മുടെ സൈന്യം, നമ്മുടെ യുദ്ധക്കോട്ടകൾ, നമ്മുടെ യുദ്ധസന്നാഹങ്ങൾ, നമ്മുടെ ഭരണഘടന, നമ്മുടെ ഭരണീയ അന്തംഗങ്ങളുടെ രാജ്യത്തിന് നിലനിൽക്കുന്നു പോകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു രാജ്യം അതിന്റെ ആരോഗ്യം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്നത് ആ രാജ്യത്ത് താമസിക്കുന്ന ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ പരസ്പരം ഉണ്ടാകുന്നതിനുള്ള ബഹുമാനപ്പെട്ട സമാധാനത്തിൽ രാഷ്ട്രദ്രോഹമടക്കം നികത്തി പറഞ്ഞ ഒരു വിഷയമാണ് നമ്മുടെ പാരസ്പര്യം കാലം പാരസ്പര്യമാക്കാൻ സാധിക്കില്ല. പല ആളുകൾക്കും എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം നിങ്ങൾക്കൊരു ദ്രുതതയിലേക്ക് പോകുന്നതെന്ന് ഒന്നും മനസ്സിലാകാത്ത കോടിക്കണക്കിന് വരുന്ന മനുഷ്യരാണ് പ്രഭാതത്തിന്റെ പരീക്ഷകൾ പ്രഭാതത്തിന്റെ ഇരുത്തം കൊണ്ട് അവരങ്ങനെ ആത്മഹത്യകൾ ജീവിച്ചതാണ്. നമ്മളെല്ലാവരും കാണുന്ന സൊസൈറ്റിയെ ഡിജിറ്റൽ പ്രധാനമന്ത്രി അവരെ വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണിക്കുക അവരുടെ ജീവിതാനുഭവം പങ്കുവെക്കുന്നത് നമ്മുടെ നേരത്തിന്റെ പ്രതികരണമൊക്കെ ഇന്റർനെറ്റിലുള്ള ഒരു കാലഘട്ടത്തിന്റെ വിളിച്ചു വരിക എന്ന് പറയുകയാണ്. ഇത്രയും മാനസികമായ സന്നദ്ധതയുള്ള ഒരു കാലം ബ്ലാക്ക് ഒത്തുതീർന്ന ചില മുഖ്യമന്ത്രിമാർക്ക് ബ്ലാക്ക് പറഞ്ഞിരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ഉദ്യമപരമായ ബ്ലാക്ക് ഇന്റർനെറ്റിന്റെ രസകരമായ എന്ന് പറയുന്നത് ബ്ലാക്ക് മുന്നിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനത്തിൽ പ്രതിരോധം അതിന്റെ ഏകഘട്ടത്തിൽ ഗതം പറയാൻ സാധിക്കുകയില്ല. അതിന് സംസാരിക്കും വളരെ മൊബൈൽ പ്രയോഗം അവിടെ പറഞ്ഞു പാകിസ്ഥാനിൽ നിന്റെ പേരിന്റെ ഗതം പറയുന്ന ഒരിക്കലും ഇന്ത്യക്കാരുടെ ബന്ധപ്പെടില്ലായിരുന്നു നമുക്ക് അവരുടെ ഗതം പറഞ്ഞ് ക്രിസ്ത്യാനിയാകുന്നത്. ഇപ്പോൾ അത് ബ്ലാക്ക് ഇന്ത്യൻ സംബന്ധിച്ചു ഈ മുസ്ലിമിനെ കുറിച്ച് നമുക്ക് ശോഭിച്ചു പഠിക്കുന്ന അദ്ദേഹം പ്രബോധനമായി ഒരുപാട് ചിന്തകൾ അവിടെ സദർജിയിൽ ഏറ്റവും യഥാർത്ഥത്തിൽ അത്രയ്ക്ക് മോശപ്പെട്ട വാക്കുകളും ബാക്കത്തിലുള്ള അതുകൊണ്ടാണ് അതിനൊരു ഘട്ടത്തിൽ അദ്ദേഹത്തെ തലപ്പിക്കാൻ കൊണ്ട് അതിൽ ചോദിച്ചു ബാക്കത്തിൽ നിങ്ങൾ കഥയുടെ പോലെ ഒരു രസമുണ്ടല്ലോമാണ് നല്ല ഭംഗിയുണ്ടല്ലോ നല്ലവണ്ണം അത് ഒതുക്കി ഒതുക്കി നല്ല ചാരതയോടെ പിടിക്കുന്നില്ല
പ്രൗഢമായ ഒരു വികസിതമായിട്ടുള്ള ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ സഹോദരങ്ങൾ ഇന്നിവിടെ നമ്മളെ സംബന്ധിച്ചിരിക്കുന്നത് വാർഷികത്തോടനുബന്ധിച്ച് നാളെ നടത്തപ്പെടുന്ന അന്നദാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള മാനവ മൈത്രി സമ്മേളനമാണ്.
നിങ്ങൾ
നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഗുരുനാനക് സിഖ് മതത്തിന്റെ സ്ഥാപകനായി നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. വർദ്ധമാന മഹാവീരൻ ജൈനമതത്തിന്റെ സ്ഥാപകനായി നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ശ്രീബുദ്ധൻ ബുദ്ധമതത്തിന്റെ സ്ഥാപകനായി മനുഷ്യ നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്വാഭാവികമായും അവരെ ജീവിച്ച കാലഘട്ടങ്ങളിൽ അവർക്ക് നല്ലതല്ലതല്ല സത്യമെന്നതല്ല ഹാസ്യം സമാഹരിച്ചെടുത്തുകൊണ്ട് അവരെ വിവിധ ഹാസ്യങ്ങൾക്ക് ബന്ധങ്ങൾ അല്ലെങ്കിൽ അതിനെ പങ്കിട്ട് ജീവിക്കുന്നവരായി മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഹിന്ദുമതത്തിന്റെ ഏറ്റവും പ്രബലമായ മതവിഭാഗമാണ്. അതിൽ ധാരാളം ഋഷിമാരും മുനിമാരും സന്യാസിമാരുമൊക്കെ അവരുടെ കാലഘട്ടങ്ങളിൽ അവർ ജീവിച്ചിരുന്ന അവർക്ക് നല്ലതെന്നതായ ഹാസ്യങ്ങൾ സമാഹരിച്ചെടുത്തുകൊണ്ട് അവരെ സ്ഥാപിക്കുന്ന മതമാണ് ഹിന്ദുമതം. അതേ സമയത്ത് രണ്ടാമത് നാം പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകത്ത് അവതരിപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആദം നബി അലൈഹിസ്സലാം മുതൽ മഹാനായ ഈസാ അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാരെ മുഴുവനും പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അസ്ലമ തഖ്വാനഹും നബിയ്യൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് പറഞ്ഞുള്ള മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകദൈവ സിദ്ധാന്തത്തിന്റെ പവിത്രമായ മുദ്രാവാക്യമാണ്. എല്ലാ പ്രവാചകന്മാരും ഇവിടെ പഠിപ്പിക്കുന്ന സിദ്ധാന്തമാണ്. പക്ഷേ മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരിൽ ചിലർ അവരുടെ കാലശേഷം അവരുടെ സമൂഹത്തിന് സമർപ്പിച്ച ഹാസ്യങ്ങൾ ആ സമൂഹത്തിലെ ചില ആളുകൾ കരകരപ്പുറകൾ നടത്തി ദൈവത്തിനത്തിലേക്ക് വിധേയമാക്കി പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ ആ ഇസ്ലാമിന്റെ അവരുടെ നേരത്തെ പ്രവാചകന്മാരെ പ്രബോധനം ചെയ്ത ഹാസ്യത്തിൽ ചില വ്യതിയാനങ്ങളുണ്ടായി, മാറ്റത്തിരത്തലുകളുണ്ടായി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില മനുഷ്യന്മാരെ കരകരപ്പുറകൾ നടത്തി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്രമിച്ചു. അവിടെയും കളങ്കപ്പെട്ടു. അതേ സമയത്ത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൂർത്തീകരിക്കപ്പെട്ട പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് അയ്യുഹൽ അക്മൽതു ദീനക്കും വഅക്മൽതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ പൂർത്തീകരണം ഖിയാമത്ത് നാൾ വരെ യാതൊരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാകാതെ, പരിവർത്തനങ്ങൾക്ക് വിധേയമാകാതെ, മനുഷ്യന്റെ കൈകരപ്പുറങ്ങൾക്ക് വിധേയമാകാതെ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ വിശുദ്ധ ഗ്രന്ഥം, ഈ വിശുദ്ധ ഹാസ്യം അവതരിപ്പിക്കാൻ നാമാണ് അതിനെ നാം സ്ഥാനം വരെ സംരക്ഷിക്കുന്നതെന്ന് ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അല്ലാഹു അതിനെ ഉറപ്പു നൽകി. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവിടെ കൈകരപ്പുറകളുണ്ട്, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകുന്നില്ല, പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്നില്ല. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളായ അർത്ഥം പറഞ്ഞ ആശയങ്ങളുടെ ഇടയ്ക്ക് തുറപ്പിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യരെല്ലാം മനുഷ്യ സൃഷ്ടികളെന്നവരിൽ ഒന്നായിക്കാണാൻ, പരസ്പരം സ്നേഹിക്കാൻ, കാരണത്തോടുകൂടി പെരുമാറാൻ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആ മനുഷ്യരിൽ നിന്ന് അവന്റെ സൃഷ്ടാവിനെ തിരിച്ചറിച്ച് ആ സൃഷ്ടാവിന് മുമ്പിൽ വഴിപ്പെടുന്ന സത്യവിശ്വാസികളുടെ പ്രത്യേകമായ ചില ആഹ്വാനങ്ങൾ, ചില നിബന്ധനകൾ, ചില പ്രത്യേകമായ കർമ്മപദ്ധതികൾ അനുഷ്ഠാനങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് അംഗീകരിക്കാത്തവരെ വെറുക്കണമെന്ന്, അവരെ ആക്രമിക്കണമെന്ന്, അവരുടെ മേൽ കുതിരവാങ്ങണമെന്ന്, അവരെ ആക്ഷേപിക്കണമെന്ന് ഒരിക്കലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മുടെ വിശ്വാസികളോട് പറയുന്നില്ല. പറയുന്നില്ല എന്ന് മാത്രമല്ല, മാ തസദ്ദഖൂന അദാന മിൻ ദൂനില്ലാഹ് ഫയസ്തല്ലാഹു അലൈഹിം. നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന മനുഷ്യന്മാർ ധാരാളമുണ്ടാകും. ആ ആരാധിക്കുന്ന മനുഷ്യരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ആക്ഷേപിക്കരുത്, പരിഹസിക്കരുത്, ഭക്ഷിക്കരുത്. എന്തുകൊണ്ട് ഇതൊരിക്കലുമല്ല. നിങ്ങൾ അവരുടെ ആരാധ്യപാത്രങ്ങളെ അവഹേളിക്കുന്നതിന്റെ പേരിൽ ഒരുപക്ഷെ അവരുടെ മനസ്സിലുണ്ടാകുന്ന വിരോധം കൊണ്ട്
മലപ്പുറം ജില്ലയിലെ മലപ്പുറം എന്ന് പറയുന്ന പ്രദേശമുണ്ട്. സുന്നികളായ പലരും അവിടെ സ്മാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ മലപ്പുറം തന്നെ അവിശ്വാസികളായ ആളുകൾക്ക് തന്റെ ജീവിതത്തിന്റെ ശൈലി കൊണ്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പരിശുദ്ധത കൊണ്ട് നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് പരിവർത്തിക്കപ്പെടുകയാണ്. ഇസ്ലാം എന്താണെന്ന് പ്രാക്ടിക്കലായി ജീവിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ
ആയിരത്തി അവർക്ക് കോട്ടപടച്ചുകൊണ്ടവർ ആളുകൾ ആർക്കും ലഭിച്ചിട്ടില്ല. എന്തിന്റെ പേരിലാണ് ഈ സമുദായങ്ങളുടെ അൽപ്പത്തിച്ചത്? എന്ത് പറ്റിയത് സുഹൃത്തുക്കളെ? നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിലും ഇല്ലാത്ത തെറ്റുകൾ നമ്മുടെ തലയിൽ ആരോപിച്ചുകൊണ്ട് നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ പുറത്തുപെട്ടാക്കി മാറ്റുക. അതിന്റെ പിന്നെ അവർക്ക് ലക്ഷ്യങ്ങളുണ്ടാകും. പക്ഷെ എന്ത് ലക്ഷ്യമാണെങ്കിലും ഓർക്കണമെന്നോ അവിടെ കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാനായ കമലോടനാക്കാൻ കമലസ്ഥാപന്റെ പൂർണ്ണമാക്കണം. കേരളത്തിന്റെ വടക്കുവെക്കനായ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ 14 ജില്ലകളിലൂടെ 15 ജില്ലകളിലൂടെ 14 ജില്ല കേരളത്തിലും നീലഗിരിയിലും അങ്ങനെ 14 ദിവസം 15 ദിവസം നീണ്ടുനിന്ന യാത്ര തിരുവനന്തപുരത്ത് പദ്ധതിക്കൊണ്ട മൈതാനിയിൽ സമാപിച്ചപ്പോൾ അവിടെ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്ക് മറുപടിയായിട്ടാണ് പറഞ്ഞതെങ്കിൽ പോലും ഞാനും നിങ്ങളുമൊക്കെ നെഞ്ചിലേക്കേണ്ടതാണ്. പ്രസംഗിക്കുന്ന രാഷ്ട്രീയമന്ത്രി ഇന്നല്ലെങ്കിൽ നാളെ അവിടെ നിന്ന് പോകും. വീട്ടിലേക്കുള്ള നിങ്ങളുണ്ടാകും, അവിടുത്തെ മുഖ്യമന്ത്രിയുണ്ടാകും, അവിടുത്തെ പ്രതിപക്ഷമാകാൻ പോകും, മറ്റു മന്ത്രിമാരും പോകും. പക്ഷേ നാം ഈ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന വിശലിപ്പമായ വാക്കുകൾ വളർന്നു വരുന്ന തലമുറയെ സ്വാധീനിക്കും. അത് രാജ്യത്തിന് അപകടമാണ്. അത് രാജ്യത്തിന് അപകടമാണ്. വേദനയോടുകൂടി വിഷമത്തോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെ ആരെയും വിറപ്പിക്കാനല്ല നമ്മോട് പ്രയത്നം. ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ടാകും. പക്ഷേ വാക്കുകൾ പറയല്ലോ, പ്രത്യേകിച്ച് ഉത്തരവാദിത്തത്തോട് ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ചില വാക്കുകൾ പറയല്ലോ. വളരെയധികം ഗൗരവത്തോടെ കൊടുക്കണം. വേണ്ട മലപ്പുറത്തും കാസർഗോഡും ദളിതരുടെ പേര് നോക്കാനറിയാം. ഏതെങ്കിലും ഒരു അംഗമാകുമെന്ന് പറഞ്ഞത് കേരളത്തിന്റെ മന്ത്രിസഭയിലെ അംഗമായ മന്ത്രി എന്താണ് കാട്ടാൻ ജില്ലയിലേക്ക് നോക്കുന്നത്? എന്താ പത്തനംതിട്ട ജില്ലയിലേക്ക് നോക്കാതിരുന്നത്? എന്താ ഇടുക്കി ജില്ലയിലേക്ക് നോക്കാതിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഓരോ പ്രദേശത്തും കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഇലക്ഷന് അംഗങ്ങളെ നിർത്തുമ്പോൾ മത്സരത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ സ്വാഭാവികമായും ആ ഭാഗത്തുനിന്ന് സാമുദായികമായും കൂടുതലുള്ള ആളുകൾക്ക് നേതൃത്വത്തിന് പേര് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞപ്പെട്ട നമ്പറുടെ പാർട്ടിയും മലപ്പുറം ജില്ലാ കമ്മിറ്റിയെ സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുത്തു. അപ്പൊ അവരും തീവ്രവാദികളാണെന്നാണോ നമ്മുടെ പക്ഷം? ഇവരെ വരുത്തിയ സഭാവും അത്യത്വപുരുഷന്മാരും സഭാവും അത്യന്തയും സഭാവിഷ്ണുക്കുന്ന മാനവകാരന്റെ ഞെട്ടൽ മറ്റ് ഭരണമാക്കുന്നതാണോ നമ്മുടെ അഭിപ്രായം? എന്തുമാത്രം ബുദ്ധിഹീനമായ മലീനസമായ വിഷലിപ്തമായ വാക്കുകളാണ്. നമുക്ക് നൽകുന്ന പുറത്തിറക്കും. നമ്മൾ ശുദ്ധമായ വെച്ചപ്പോൾ അതിലേക്ക് കുറച്ച് വിഷം കലർത്തിയിട്ട് ഞാനാ വിഷപ്പെന്ന് പറഞ്ഞപ്പോൾ ആരുള്ള വിഷം അതിനേക്കാളുള്ള പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക യുഗത്തിന് സോഷ്യൽ മീഡിയ കിടക്കുന്നത്. അത് കൊല്ലണ്ട. ആ സത്യം ഇക്കാലത്ത് എല്ലാം കഴിഞ്ഞാൽ ആരും മുഴുവൻ ചുറ്റി സഞ്ചരിച്ചാലും സത്യം കിടപ്പുണ്ടാകും. അവർക്ക് അറിയില്ല. അവർക്ക് ഇതിലൊരു പങ്കുണ്ട്. മനുഷ്യരാണ് വിദ്യാസവും വിവാദവും തെന്നിപ്പുണ്ടാക്കുന്ന പ്രസ്താവനകൾ അതിന്റെ അപ്പുറത്തുള്ള ആളുകൾക്ക് ഹൈലൈറ്റ് ചെയ്ത് പറ്റിക്കൊണ്ടാണ്. ആ പറഞ്ഞ വാക്കിന് അവരുടെ ജനങ്ങളെക്കാളും ഒരുപക്ഷെ ആധിപത്യത്തോടെ അറിയിക്കാൻ അവരെ പുറത്തൊന്ന് നടക്കും. അതാണ് എന്റെ വാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ യഥാർത്ഥ വിശ്വാസികളാണ്. നമ്മുടെ മുൻഗാമികളായ മഹത്വത്തിൽ അഞ്ചുനേരം നിസ്കരിച്ച് യഥാർത്ഥപ്പെടുത്തി സ്നേഹിതരെ പരിശുദ്ധമായ മക്കയിലും മദീനയിലും അതുമായി ഇസ്ലാമിന്റെ എല്ലാ സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ പറഞ്ഞ മതത്തിൽപ്പെട്ട ആളുകൾ സ്നേഹിച്ചതും കൂടെ ചേർത്ത് വെച്ചത്.
ഉൾക്കൊള്ളുന്ന സനാതനധർമ്മം, താൻ ഉൾക്കൊള്ളുന്ന വിശ്വാസം ഈ മഹാത്മയുടെ ഹൈന്ദവ വിശ്വാസമാണ്. അതിന്റെ ആ മഹാത്മ എന്ന് പറയുന്ന പാവപ്പെട്ട നിഷ്കളങ്കമായ അർദ്ധമത്തേരായ സങ്കീർണമായ നിർദ്ദാക്ഷിണ്യം നിഷ്കരണം നിർത്താവുന്നതായിട്ട് നാഥുറാം ബനാറസ് ദേശാന്തരമാണ് മനുഷ്യനെ ഓർക്കപ്പെടുന്നത്. അതുപോലെയാണ് മുസ്ലിങ്ങളും ചിന്തിക്കുന്നത്. നമുക്ക് എല്ലാവരും കാലുകളായ ഹിന്ദുക്കൾ നേരിട്ടുവരുന്ന മഹാനായ നന്ദനന്ദനും മഹാനായ ടിപ്പുസുൽത്താനും മഹാന്മാരായ മറ്റു ഔലിയാക്കളും പൂർവികർക്കും ആത്മാക്കളുമൊക്കെ അവരുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായ മറ്റുള്ളവരെ ഇസ്ലാമിനെ ആകർഷിക്കുമെങ്കിൽ ആ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മത്സരം നമ്മളെ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന അല്ലാത്ത കൂടെ പിടിച്ച് കയറാൻ മഹത്വമായ സുഹൃത്തുക്കളുണ്ട്. ഞാൻ 30 വർഷം കളിപ്പിലായിരുന്നു കടയിലായിരുന്നു. 30 വർഷത്തിൽ 25 വർഷം ഞാൻ പള്ളിക്കാരോ ദുബായിന്റെ ബഹുമാനം പറയുന്ന സ്ഥലത്ത് മാത്രമുണ്ടായിരുന്നു. 25 വർഷം വരെ പള്ളിയിൽ പാടിയിരുന്നു. ആ പള്ളിയുടെ തൊട്ടടുത്ത ചുറ്റുപാടത്തെ മുഴുവൻ അറബ് വീടുകൾ മാത്രമേ. അതിലൊരു അറബ് വീട്ടില് ഒരു പ്രശസ്തമായ കുടുംബത്തിന്റെ വീട്ടിലെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നത് മലപ്പുറം ജില്ലയിലുള്ള ബാബു എന്ന് പറയുന്ന ഒരു നാടൻ ചെറുപ്പക്കാരൻ. അദ്ദേഹം ഞങ്ങളുടെ സംഘടനയുടെ 24 വർഷങ്ങളായിട്ട് പാടുന്നു. മറ്റുള്ള ഡ്രൈവർമാരും മുസ്ലിങ്ങളായ മറ്റു ഡ്രൈവർമാരും ഉണ്ടെങ്കിലും ബാബുവിനാണ് അവിടുത്തെ ആൾക്കാർക്ക് ഏറ്റവും വളരെ ഇഷ്ടം. കാരണം എന്താ, മറ്റുള്ളവർക്ക് നാട്ടിലേക്കുമ്പോൾ പള്ളിയിലേക്ക് പോകാനും തിരിച്ചെത്തുന്ന ബാബു തയ്യാറെടുക്കുന്ന ഓടിച്ചെന്ന ബാബു തയ്യാറാണെന്ന് പറഞ്ഞ് ശക്തമാണെന്ന് പറഞ്ഞ് അവിടുത്തെ മുസ്ലിമായ അമ്മയ്ക്ക് ആ അറബി സ്ത്രീക്ക് ഒരു വിഷമങ്ങളുണ്ട്. അവിടെ ജീവിക്കുന്ന ഹിന്ദു സുഹൃത്തുക്കൾക്കറിയാം, ക്രിസ്ത്യ സുഹൃത്തുക്കൾക്കറിയാം. എന്നാലും ചിലരുണ്ടോ അവിടെ പോയിട്ട് ഖത്തറിലും കടലിലും യുവായിലും സൗദിയിലുമൊക്കെ പോയിരുന്ന അവിടെ ജോലി ചെയ്ത് ശമ്പളം നോക്കി അടിച്ച് കുടുംബത്തെ പാക്കിയിട്ട് അവിടെ താമസം നൽകുന്ന സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇക്കഴിഞ്ഞ ദിവസം ഒരു സംഭവം. യുവായിന് ഒരു കുടുംബം സംഭരിക്കുന്ന 3 കുട്ടികളെ ഇത്തരം 4 ആളുകൾ മരിച്ചു. മരിച്ചപ്പോൾ ദുബായിൽ നിന്നുകൊണ്ട് ഉറപ്പം ഹോസ്പിറ്റലിൽ ഇതൊക്കെ കൊണ്ടുവന്നു സാധിക്കും. അതുപോലെ പല ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനപ്പെടുന്നുണ്ട്. അവിടെയുള്ള ഹോസ്പിറ്റലുകളുടെ പൊക്കൽ ഇങ്ങനെ നന്ദികാരെ കാണിക്കുന്നതിന് മുമ്പ് അതേ സമയം അത് മറ്റു മറുപടി പറയുന്ന ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്. ഇത്ര കാലമായി സൗദിയിൽ ജീവിക്കുന്നു, ഇത്ര കാലമായി യുഎഇയിൽ ജീവിക്കുന്നു, ഇവിടെ എനിക്ക് എല്ലാ അറബികളിൽ നിന്നും ഇവിടുത്തെ നമ്മളോടൊപ്പം ജീവിക്കുന്നു അതിനൊക്കെ ഒരു ചെറിയ റൗണ്ടിന് 6, 8, 10 ആളുകളുണ്ടാവും. അതായത് കിട്ടുക ഇവിടെ വീട്ടിൽ രണ്ടായിട്ട് താമസിക്കുന്ന 5 റൗണ്ടുണ്ടെങ്കിൽ അവിടെ 10 ആൾ റൗണ്ടിൽ 5 കപ്പലിലാണ് താമസിക്കുന്നത്. അതാണ് പോകാൻ അതിൽ പോകാൻ കഴിയുക. ഇതൊക്കെ അത് ധാരാളം അപ്പൊ ഞാൻ പറയുന്നത് ഇസ്ലാം എന്താണ്, മുസ്ലിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ലോകം പറ്റി കാരണത്തിൽ മുസ്ലിങ്ങൾ നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, ആരെയും വേദനിപ്പിക്കാൻ പോയിട്ടില്ല, ആരുടെയും മുൻപിൽ കവർന്നെടുക്കാൻ പോയിട്ടില്ല, നമുക്ക് കിട്ടേണ്ട അവകാശം പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരെങ്കിലും നമ്മൾ അനുവദിക്കണം. അത് പറയാൻ സാധിക്കുന്ന മുൻകൂറായിട്ട് എന്തൊക്കെ കഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ഈ അടുത്ത പ്രസംഗിച്ച മലപ്പുറം ജില്ലയിലെ കല്യാണത്തിന്റെ ശ്വാസം കിട്ടുമ്പോൾ അവർ അങ്ങനെയാണ് ഇങ്ങനെ മഹാനായ കേന്ദ്രസ്ഥാന കേരളത്തിന് നടത്തിയിട്ട് മലപ്പുറം ജില്ലയിൽ ഭരിക്കണമെന്ന് പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനനിബിഡമായ ജനസാന്ദ്രമായ ജില്ല മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ പോയാർക്കറിയാം ഒരു ദിവസം കൊണ്ട് മലപ്പുറം ജില്ലയുടെ വിഭാഗത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. വായുവേറെ കിടക്കുക ആലപ്പുഴത്തിന്റെ 3 ആലപ്പുഴയില്ല, അതിന് 4 ആലപ്പുഴയുടെ മുൻപാക്കിയാണ് അത്രയും വിസ്താരമുണ്ട് മലപ്പുറം ജില്ലയ്ക്ക്. അതിൽ ജനസംഖ്യയുണ്ട്. ജനത സൗകര്യത്തിന് വേണ്ടി എത്രയെല്ലാം ആരും ജില്ലമാരാണ് ആ ജില്ലയുടെ വിഭജിക്കലല്ല, എല്ലാവരും വിഭജിക്കലല്ല. തന്റെ ആത്മീയമായ ഒരു സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ ജീവിപ്പിക്കാത്ത മഹാനായ ശാസന കാന്തപുരം സ്ഥാനത്ത് പ്രസംഗിച്ചപ്പോൾ ആ പോസ്റ്റിന്റെ താഴെയുള്ള വിശുദ്ധമായ പോസ്റ്റുകളിൽ ആളുകളാണ് എത്ര ആളുകൾ എന്താ സമുദായത്തിൽപ്പെട്ട ആചാരം യാഥാർത്ഥ്യമായ യാഥാർത്ഥ്യമായ കൃത്യമല്ല. ലോകം എന്താണെന്ന് പറഞ്ഞ് ചികിത്സിക്കേണ്ടത് മാത്രമേ ഇന്നത്തെ മുൻപാകുന്നതിൽ പടപ്പുയർത്തിയ മാനവോത്രയും ജനസൗഹാർദ്ദവും ഇവിടെ ഓർത്തുറപ്പിക്കാനും വരംവരപ്പിക്കാനും കഴിയൂ. അതിനകത്തുള്ള ഓരോരുത്തരുടെ മുസ്ലിമിൽ എന്ന് മാത്രം ആശംസിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഇതിലേറെ സമാധാനത്തോടെ സന്തോഷത്തോടെ എല്ലാ വിനോദായങ്ങളും പെട്ടവർക്ക് നവോദര സഹോദരങ്ങളായി ഓർമ്മിച്ച് പോകാറുള്ളതിലേക്ക് സന്ദർശിക്കുന്ന ആദ്യം നൽകുന്നവരാവട്ടെ. ഇതിനുള്ള എല്ലാ അവസരങ്ങളും അല്ലാഹുവിനെ പറയപ്പെടുന്നവരാകട്ടെ. ചെയ്തുകൊണ്ട് സംസ്ഥാന പാർട്ടിയിലേക്ക് പ്രധാനം കൊടുക്കുന്നു.
കേൾക്കുമ്പോൾ ഏറ്റവും വലിയ രീതിയിൽ സ്നേഹത്തോടെ സ്നേഹിയായിട്ടാണ് അറിയാൻ പറ്റുന്നത്. നമുക്ക് കഴിയുന്ന തലമുറകൾ നമുക്ക് തലമുറകളുടെ സ്നേഹം സാഹചര്യം അതെല്ലാം നമ്മളിൽ നിന്നത് എല്ലാം ആഗ്രഹിച്ചത്. അത് മാത്രമാണ് നമ്മൾക്ക് പുനരുജ്ജീവിപ്പിക്കാനുള്ളത്. അതിനുള്ള നിമിഷമാണ് അതിനൊരു കാര്യങ്ങൾ നമ്മൾ ഏറ്റവും സമയം കണ്ടു പഠിച്ച് ഇതിനകത്തിലുള്ള രാജ്യം രാജ്യങ്ങളിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കിവിടെ പഴയ പ്രതാപമായ അച്യുതനായ